ഹലോ അസ്സാം വലൈക്കും. നമുക്കൊന്ന് അടിപൊളിയായിട്ട് കുക്കറിൽ സാമ്പാർ ചെയ്തെടുത്താലോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് നമുക്ക് പരിപ്പൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം സവാള, തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, പച്ചമുളക് ഇവയെല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ സാമ്പാർ പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. സാമ്പാർ പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ഇതിലോട്ട് ചേർക്കുന്നുള്ളൂ കേട്ടോ. വേറെ ഒരു പൗഡേഴ്സും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. പിന്നെ എല്ലാ വെജീസും കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ പുളി വെള്ളം കൂടെ ചേർത്തിട്ട് ഒരൊറ്റ വിസലടിക്കുക കേട്ടോ. അതിനുശേഷം വെണ്ടക്ക, മല്ലിച്ചപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. പിന്നെ നമുക്ക് തേങ്ങ ഒന്ന് വറുത്ത് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ കഴിക്കുകയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, തേങ്ങ ചേർക്കാതെ തന്നെ. അപ്പോൾ തേങ്ങ നമുക്കൊന്ന് വറുത്തെടുക്കുക. അതിനാവശ്യമായിട്ട് കായം, ചെറിയ ജീരകം, പിന്നെ കറിവേപ്പില, ചെറിയുള്ളി, വെളുത്തുള്ളി ഇത്രയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഫസ്റ്റ് കായ ഇട്ട് കൊടുക്കുക കേട്ടോ. കായ ഒന്ന് മൂത്തതിന് ശേഷം ബാക്കിയുള്ളതെല്ലാം കൂടെ ചേർത്തിട്ട് ഇതുപോലെ ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വറുത്തെടുക്കുക. പിന്നെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് നമുക്ക് കുക്കറിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക.